വിദേശ വാർത്തകളിലേക്ക് നമുക്ക് കടക്കണം. പി ജെയിംസ് നമുക്കൊപ്പം അല്പനിമിഷങ്ങൾക്കകം ചേരും. പ്രത്യേകിച്ചും ഇസ്രയേലി ആക്രമണത്തിൽ പശ്ചിമേഷ്യയിലെ ഗസയിൽ 5 കുട്ടികളടക്കം 50 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത വരികയാണ്. താൻ അധികാരത്തിലെത്തും മുമ്പ് ഇസ്രയേൽ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയും വന്നിട്ടുണ്ട്. ഇസ്രയേലിലെ ഈ ബന്ദികളെ ഹമാസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ഇനി സഹിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പി ജെയിംസ് ആയിരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. പി ജെയിംസ്, യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഭീഷണി മണിക്കൂറുകളിൽ വരുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഇസ്രായേലി ബന്ദികളെ വിട്ടയച്ചോ, ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ ഇതാ വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാവും, അതിനു മുമ്പ് വിട്ടയച്ചില്ലെങ്കിൽ എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു. അതിനിടയിൽ ഇസ്രായേൽ അതിൻ്റെ ആക്രമണം അതിശക്തമായിട്ട് തുടരുകയാണ്. പല സ്ഥലങ്ങളിലായിട്ട് ബോംബർ വിമാനങ്ങൾ ഗസയിലെ പല ഭാഗങ്ങളിൽ ബോംബ് ചെയ്യുന്നു. 5 കുട്ടികളടക്കം 50-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും മധ്യ ഗസയിലൊക്കെ ആക്രമണമാണ്. അവിടെ പട്ടിണി രൂക്ഷമായിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ് വീണ്ടും വന്നിരിക്കുന്നു. പട്ടിണി മരണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാൻ പോകുന്നു. അതിശൈത്യത്തിൽപ്പെട്ട് 10ഓളം കുഞ്ഞുങ്ങൾ അവിടെ മരണമടഞ്ഞു. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണി വന്നിരിക്കുന്നത്. ചർച്ചകൾ നടക്കുകയാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയുമായി വെടിനിർത്തൽ ചർച്ച നടക്കുന്നു. 34 ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് പറയുന്നുണ്ട്. പക്ഷേ 100-ലേറെ ബന്ദികളുണ്ട്. ഒരു കാര്യം വ്യക്തമായി, 34 പേരെ ഇനി ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെടുകയോ മരണമടയുകയോ ചെയ്തു. അത് ഇപ്പോൾ ഹമാസ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ 34 പേരെ വിട്ടയക്കുമ്പോൾ പാലസ്തീൻകാരായിട്ടുള്ള തടവുകാരെ ഇസ്രായേലി ജയിലിൽ നിന്ന് വിടേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമായി, ജോ ബൈഡൻ ഇറങ്ങുന്നതിന് മുമ്പ് വെടിനിർത്തൽ കൊണ്ടുവരും. അതിൻ്റെയും കൂടി ക്രെഡിറ്റ് അവകാശപ്പെടാവുന്ന രീതിയിലാണ് ട്രംപിൻ്റെ നീക്കം. ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുന്നതിന് മുമ്പേ എല്ലാം തീർത്തോളണം, ഇല്ലെങ്കിൽ കാണാം. അപ്പോൾ ആ ഭീഷണിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അവരത് ചെയ്തു എന്ന് വരും എന്നുള്ളത് തന്നെയാണ് ഈ തരത്തിൽ ചർച്ചകളിലേക്ക് നയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് യുക്രൈൻ യുദ്ധവും അതിരൂക്ഷമായിട്ട് പോവുകയാണ്. റഷ്യയുടെ 3 മിസൈൽ വേധക സംവിധാനങ്ങൾ ഉക്രൈൻ സേന തകർത്തു. ഒപ്പം തന്നെ റഷ്യയുടെ ആക്രമണം കിഴക്കൻ ഉക്രൈനിലും തെക്കൻ ഉക്രൈനിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വടക്കൻ കൊറിയയുടെ നിരവധി സൈനികർ യുക്രൈൻ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും 2 യുദ്ധത്തിനും ഒരു കുറവും കാണുന്നില്ല. ഇനി ട്രംപ് ജനുവരി 20-ന് അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയില്ല. ഇനി കാനഡയിലേക്ക് നമുക്ക് വലിയ തലവേദനയായ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ ട്രൂഡോ. അദ്ദേഹം രാജിവെച്ചു. അവിടെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ കാനഡയിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? പി ജെയിംസ്, ഒരു തരത്തിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിന് ഒരു ആശ്വാസമാണ്. വലിയ തലവേദനയായിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. കാരണം ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടം അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിജാർ അടക്കമുള്ള ഖാലിസ്ഥാൻവാദികളെ നേരിട്ട് കനേഡിയൻ മണ്ണിൽ പോയി ഇന്ത്യ വധിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചു. അത് പാർലമെൻറ്റിൽ ഉന്നയിച്ചു. മറ്റു രാജ്യങ്ങൾ വഴി ഇഷ്യൂസ് ഉണ്ടാക്കി. അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തകർത്തെറിഞ്ഞു കളയുന്ന തരത്തിലേക്ക് ജസ്റ്റിൻ ട്രൂഡോ പോയതാണ്. എന്തായാലും ജസ്റ്റിൻ ട്രൂഡോയുടെ പിന്തുണ ഏതാണ്ട് നശിച്ചിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം ചെറുപ്പക്കാരനെന്ന 43-ാം വയസ്സിൽ അധികാരത്തിലെത്തി 53-ാം വയസ്സിൽ 10 വർഷം കാനഡയെ ഏതാണ്ട് അടക്കി ഭരിച്ച ആളാണ് ജസ്റ്റിൻ ട്രൂഡോ. ഒരു കാര്യത്തിൽ ജസ്റ്റിൻ ട്രൂഡോയോട് നന്ദി പറയണം. അതിനൊരു കാരണം ആയിട്ട് പറയുന്നത്, ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള സ്റ്റുഡൻസും ആൾക്കാരൊക്കെ അവിടെ പോയി ഒരു തുറവി വഴി അവിടെ ജോലി കിട്ടിയതും ഇതിനൊക്കെ കാരണക്കാരൻ ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു. ലിബറലായിരുന്നു. കോവിഡ് കാലത്ത് പോലും ആൾക്കാരെ അങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നു. നേരിട്ട് PR കൊടുത്തുകൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ അവിടെ വീടുകൾ കിട്ടാനില്ല. വീടുകൾക്ക് വലിയ വാടക, സാമ്പത്തിക പ്രതിസന്ധി. അതിനൊക്കെ കാരണം ജസ്റ്റിൻ ട്രൂഡോയാണെന്നുള്ള ആരോപണം വന്നു. അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ പിൻവലിയേണ്ടി വന്നു. പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പോലും ശ്രദ്ധ തിരിച്ചുവിടാനായിരുന്നു. പക്ഷെ അതൊന്നും ഏറ്റില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള തിരിച്ചടി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഉണ്ടായി. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, അത് സിഖുകാരുടെയാണ്, അവർ ജഗ്മീത് സിംഗിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, അവർ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ യാതൊരു ഗത്യന്തരമില്ലാതെയാണ് അദ്ദേഹം രാജിവെച്ചത്. രാജിയോടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവാഹമോചനം നേടിപ്പോയി. അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലാണ് ജസ്റ്റിൻ ട്രൂഡോ കഴിയുന്നത്. ഈ തരത്തിൽ നിൽക്കുമ്പോഴാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി ഉണ്ടായിരിക്കുന്നത്. അവിടെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയുണ്ട്. ഇനി ആരാണ്
അടുത്ത നേതാവ് ഭൂരിപക്ഷമുണ്ടോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. കാരണം ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, സിക്കായുടെ പാർട്ടിക്ക് 25ഓളം എം പിമാരുണ്ട്. അവർ പിൻവലിച്ച ന്യൂനപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് നേരത്തെ വേണ്ടി വരും. രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. ഇനി പുതിയ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് SKN. കാര്യം ട്രൂഡോ പോയതിൽ ആഹ്ലാദിക്കാമെങ്കിലും ഇനി വരാൻ പോകുന്ന കൺസർവേറ്റീവ് പാർട്ടിയാണ്. അവിടെ PR കിട്ടാത്ത, സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത ഇന്ത്യക്കാരെയൊക്കെ അവർ അമേരിക്കയിൽ ചെയ്യാൻ പോകുന്ന പോലെ പറഞ്ഞുവിടും. ഒരുപാട് തരത്തിലുള്ള പ്രതിസന്ധികൾക്കിത് കാരണമാകും. ട്രൂഡോ കാണിച്ച ഒരു ലിബറൽ ആറ്റിറ്റ്യൂഡ് അവിടെ കാനഡയിൽ കൺസർവേറ്റീവായിട്ട് വരാൻ പോകുന്ന സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. SKN. ഓക്കെ, BP ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ടിബറ്റിലെ ഭൂകമ്പത്തിൽ 150-ലധികം ആളുകൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതിനിടയ്ക്ക് ലോസ് ആഞ്ചൽസിൽ കാട്ടുതീ പടരുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. രണ്ട് ദുരന്തങ്ങൾ കൂടിയേ നമുക്കൊന്ന് ചർച്ച ചെയ്യണം. പറയൂ BP ജെയിംസ്. SKN, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഭൂകമ്പം, മറുഭാഗത്ത് ചൂടുകാറ്റ്, വേറെ സ്ഥലത്ത് കാട്ടുതീ, വേറെ സ്ഥലത്ത് പ്രളയം. ഇങ്ങനെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള ഇതിലാണ് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായിട്ട് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ SKN പറഞ്ഞ പോലെ ടിബറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ടിബറ്റിൻ്റെ ആത്മീയ നേതാവ് ദലൈ ലാമ ഇന്ത്യയിലാണ് 1959 മുതൽ അഭയം തേടി ജീവിക്കുന്നത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം ടിബറ്റാണ്. ആ ടിബറ്റിലാണ് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. 150-ലേറെ പേർ മരണമടഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. വലിയ രീതിയിലുള്ള 3000-ലേറെ കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട് SKN. അപ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ലോസ് ഏഞ്ചലസിൽ, അമേരിക്കയുടെ തെക്കൻ കാലിഫോർണിയൻ ഭാഗത്ത് ലോസ് ഏഞ്ചലസിൽ കാട്ടുതീ ആദ്യം 10 ഏക്കറിൽ പടർന്നു. പിന്നെ അത് ആയിരക്കണക്കിന് ഏക്കറിലേക്ക് പടർന്നിരിക്കുന്നു. 30,000 പേരെ ഒഴിപ്പിക്കുന്നു. നിരവധി വീടുകൾ അഗ്നിക്കിരയായി. ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാട്ടുതീയാണ് ലോസ് ഏഞ്ചലസ് പോലെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടം തീ കെടുത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാട്ടുതീ സ്വാഭാവികമായിട്ടുണ്ട്. ആമസോൺ ഫോറസ്റ്റിൽ മറ്റു പല സ്ഥലങ്ങളിലും കാട്ടുതീ ഉണ്ടാവുന്നു. അടുത്ത കാലത്താണ് അമേരിക്കയിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ പ്രളയമുണ്ടായത്. ഇന്ത്യയുടെ വടക്കൻ ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, നേപ്പാളിൽ, തുർക്കിയിലൊക്കെ പ്രളയമുണ്ടായി. അപ്പോൾ പ്രളയം, അഗ്നിബാധ, കാട്ടുതീ, ഭൂകമ്പം ഇതൊരു പൊതു സംഭവമായി മാറിയിരിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ചുള്ള ഒരുപാട് ആശങ്കകൾ ശാസ്ത്രജ്ഞർ ഉയർത്തുന്നുണ്ട്. കാരണം ആഗോള താപനം കുറച്ചില്ലെങ്കിൽ, ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചില്ലെങ്കിൽ ഭൂമി ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. SKN. ഓക്കെ, താങ്ക് യു BP ജെയിംസ്. ഇനി നമുക്ക് മറ്റൊരു സമയത്ത് കാണാം.